പക്ഷേ രാജേന്ദ്ര പവാറിനുണ്ടായത് 4000 ഫ്രാഞ്ചൈസിയുടെ 8 മണിക്കൂർ. അതായത് എത്രയായി? 32. ഈ അടുത്ത കാലത്ത് കുറേ കാലങ്ങളായിട്ട് കേൾക്കാൻ തുടങ്ങിയിട്ടുള്ളൂ സ്റ്റാർട്ടപ്പുകൾ എന്നാണ് പറയുന്നത്. സ്റ്റാർട്ടപ്പും ബിസിനസ്സും നോർമൽ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്നാണ്. സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ചിലപ്പം വളരെ കുറവായിരിക്കാം, പക്ഷേ ടെക്നോളജി ഉപയോഗിച്ച് സ്കെയിലപ്പ് ചെയ്യാവുന്ന ബിസിനസ്സുകളെയാണ് സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുന്നത്. ഇപ്പം സാധാരണ നമ്മുടെ വീടിനടുത്ത് തുടങ്ങുന്ന ഒരു പലചരക്കയുടെ ഒരു സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കുക. കാരണം നമ്മൾ തന്നെ ഒരാൾ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ തന്നെ നടത്തുന്നു. അതായത് ഒരു മെഷീൻ ഓപ്പറേറ്ററായിട്ട് പ്രവർത്തിക്കുന്നു. നാളെ മെഷീൻ ഓപ്പറേറ്റർ വരാൻ പറ്റിയില്ലെങ്കിൽ ആ മെഷീൻ പ്രവർത്തിക്കത്തില്ല. അതായത് നമ്മൾ ആക്റ്റീവായിട്ട് നടക്കുന്ന സമയത്ത് മാത്രമേ, ആക്റ്റീവായിട്ട് നിൽക്കുന്നൊരു സമയത്ത് മാത്രമേ ആ ബിസിനസ് റൺ ചെയ്യുള്ളൂ. അതൊരിക്കലും വളരാൻ സാധ്യത വളരെ ലിമിറ്റഡാണ്. അതിനെയാണ് നോർമൽ ബിസിനസ്സുകളെന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വീടിനടുത്തൊക്കെ ഉള്ള പല കടകളിലും ഒരുപക്ഷെ നിങ്ങൾ ജനിച്ചപ്പം എനിക്കറിയാവുന്ന പല ആൾക്കാരുണ്ട് 50 വർഷം മുമ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന കട ഈ അടുത്ത കാലത്ത് കുറച്ച് മൊബൈലിൻ്റെ ബോർഡോ അങ്ങനത്തെ കുറച്ച് ബോർഡുകളൊക്കെ പുതുതായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളതല്ലാതെ ആ നടത്തിക്കൊണ്ടിരുന്ന ചേട്ടൻ്റെ മുടി നരച്ചു, പല്ല് കൊഴിഞ്ഞു എന്നൊക്കെ ഉള്ളതല്ലാതെ വേറെ ഡിഫറൻസ് ഒന്നും നമുക്ക് കാണാനില്ല. അതേ സ്ഥാനത്ത് ചില ആൾക്കാർ ഒരു ചെറിയതായിട്ട് ഒരു മുറിയിൽ ഒരു ബിസിനസ് തുടങ്ങുന്നു, വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ്, കുറച്ച് കാലം കഴിഞ്ഞ് കേൾക്കുന്നു ഇന്ത്യ മുഴുവൻ അവർക്ക് ബ്രാഞ്ചുകളായി, ഇന്ത്യ മുഴുവൻ ഫ്രാഞ്ചൈസിയായി, അവർ ഇത് ചെയ്യാൻ പോകുന്നു, പബ്ലിക് ഇഷ്യൂ തുടങ്ങാൻ പോകുന്നു എന്ന് കേൾക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനത്തെ വാർത്തകൾ കേൾക്കുന്നു. അവരൊക്കെ വലിയ മുതൽ മുടക്കുള്ളത് കൊണ്ടല്ല, അവർ ലിവറേജബിൾ ആൻഡ് സ്കെയിലബിൾ ബിസിനസ് ചെയ്തതുകൊണ്ടാണ്. ലിവറേജബിൾ ആൻഡ് സ്കെയിലബിൾ ബിസിനസ്സിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം. ഇപ്പോൾ NIT എന്ന് പറഞ്ഞ കമ്പ്യൂട്ടർ സെൻറ്റർ അദ്ദേഹം ഡൽഹിയിൽ രാജേന്ദ്ര പവാർ എന്ന് പറഞ്ഞ ഒരാൾ തുടങ്ങിയ സമയത്ത്, അതേ സമയത്ത് കൊച്ചിയിലും കേരളത്തിലും പല സ്ഥലത്തും കമ്പ്യൂട്ടർ സെൻറ്റർ തുടങ്ങിയായിരുന്നു. പക്ഷേ പല ആൾക്കാരും പൂട്ടിപ്പോയി. ചില ആൾക്കാർ സർവൈവ് ചെയ്തു, ചില ആൾക്കാർ പൂട്ടിപ്പോയി. പക്ഷേ ഡൽഹിയിൽ തുടങ്ങിയ രാജേന്ദ്ര പവാർ NIT തുടങ്ങിയിട്ട് അദ്ദേഹം ഇന്ത്യ മുഴുവൻ വന്ന് പൈസ മുടക്കി കൂടുതൽ ബ്രാഞ്ചുകൾ തുടങ്ങുകയല്ല ചെയ്തത്. അവർ ചെയ്തത് ഇതിനെ സ്കെയിലപ്പ് ചെയ്യാവുന്ന തരത്തിൽ ഉള്ളൊരു ബിസിനസ് മോഡലാണ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഏകദേശം 4000-ലധികം ഫ്രാഞ്ചൈസി തുടങ്ങി. അതായത് അദ്ദേഹത്തിന് ആകെ കൂടി 8 മണിക്കൂറായിരുന്നു ഡൽഹിയിൽ, അല്ലെങ്കിൽ ഇവിടെ സാധാരണ ഒരാൾ വർക്ക് ചെയ്യുന്ന ഒരാൾ 8 മണിക്കൂറായിരിക്കും പ്രവർത്തിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ എറണാകുളത്തൊക്കെ തുടങ്ങി, അല്ല പല സ്ഥലങ്ങളിൽ തുടങ്ങിയവർക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ 8 മണിക്കൂറിൻ്റെ ഔട്ട്പുട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷേ രാജേന്ദ്ര പവാറിനുണ്ടായത് 4000 ഫ്രാഞ്ചൈസിയുടെ 8 മണിക്കൂർ. അതായത് എത്രയായി? 32,000 മണിക്കൂറിൻ്റെ ഔട്ട്പുട്ടാണ് ഒരു ദിവസം കിട്ടുന്നത്. നോർമൽ ഒരാൾക്ക് 8 മണിക്കൂറിൻ്റെ ഔട്ട്പുട്ട് കിട്ടുമ്പോൾ അദ്ദേഹത്തിന് 32,000 മണിക്കൂറിൻ്റെ ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. അതിനെയാണ് സ്കെയിലബിൾ ലിവറേജബിൾ ബിസിനസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഇപ്പോൾ 4000-നകത്ത് 1000 എണ്ണം പെർഫോമിങ് അല്ലെങ്കിൽ 3000 എണ്ണം പെർഫോം ചെയ്തുകൊണ്ടിരിക്കുക. അവിടുന്ന് കിട്ടുന്ന റോയൽറ്റി മതി അദ്ദേഹത്തിന്.